Hello guys, welcome back to our channel Sheetal Elsa Official. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ അതെ അങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം അമ്പുടുമോൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുക്കിയിൽ ഒരു റിസോർട്ടിൽ വന്നേക്കാണ്. അപ്പോൾ ഇവിടുത്തെ മോർണിംഗ് വ്യൂ. ഹായ് വിനുക്കുട്ട. നമ്മളിപ്പോ നിൽക്കുന്നത് നല്ലൊരു ഹൈ റേഞ്ചിലാണ്. ഇവിടെ നല്ല കോടയുണ്ട്, തണുപ്പുണ്ട്. അതുകൊണ്ട് വിനുക്കുട്ടിയുടെ ഉടുപ്പൊക്കെ അടിച്ചു മാറ്റി. എനിക്ക് ഇതില്ല, കൈയില്ല, എന്റെ ഹുഡിയാണിത്. ഉണ്ട്, ചുരുട്ടി വെച്ചേക്കോ. അത് കണ്ടോ? അപ്പൊ ഞാൻ വ്യൂ ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ. നോക്കൂ, കണ്ടോ? നല്ല കോടയുണ്ട്. ഇപ്പൊ നമ്മള് ഇത് ആക്ച്വലി വെളുപ്പാങ്കാലമാണ്, 8 മണിയല്ലേ. പക്ഷെ ഇവിടെ എപ്പോഴും ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. നമ്മൾ അമ്പുടുക്കുഞ്ഞിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ വയറിന് തൃപ്തിപ്പെടുത്തും, എന്നിട്ട് ബാക്കി എന്തുള്ളൂ. അതാ നമ്മുടെ ബർത്ത്ഡേ പോയി തന്നെത്താനൊക്കെ തിന്നാറായിരിക്കുന്നു. അമ്പുജു കുഞ്ഞി ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു പറഞ്ഞേ. ജോസിന് എന്തോ ഐഡിയ പറയാണ്ട്. എന്താ ജോസേ? തിന്നുന്ന കണ്ടുകൂടെയും 2 പഴം കൂടി കുത്തിക്കേറ്റിക്കൂടെ? ഫുഡ് കാര്യത്തില്ല, ഫുഡ് തന്നെ. ഫുഡ് കണ്ടാ പിന്നെ കാണാൻ പറ്റില്ല. ഇത് പൊന്നെ ആ കഴിച്ചോ, പഴം. ആ പഴം കഴിച്ചോ കേട്ടോ. എനിക്ക് പ്രാന്ത. താങ്കൾ എന്താണ് കഴിക്കുന്നത്? എനിക്ക് മിതമായ ആഹാരം. മിതമായ ആഹാരം. 2 പൂരി, 1 മുട്ട, കുറച്ച് ഏത്തപ്പഴം. അപ്പൊ ആ പ്ലേറ്റ് അത് ഭംഗി. ആ പ്ലേറ്റ് അവിടെ വേണം കൊതി എല്ലാവരും പോകാനായിട്ട്. എന്നൊക്കെ കൂടുതൽ അച്ഛ തിന്നിട്ടുണ്ട്. അച്ഛ എത്ര പഴോളം എടുത്തേക്കണത്, പൂരിയുടെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചേക്കുന്നു. എടാ ഹെൽത്തി കുട്ടാ. അത് ആ ബ്രെഡും ജാമും നോക്കി ഇത് കഴിക്കും. അച്ഛൻ മായ ഇത് പഴം, അച്ഛൻ മായം. എനിക്കാണ് ജ്യൂസ് എടുത്തത്, അടിച്ചിട്ട് പോയത്. അമ്പുജു അമ്മയുടെ ജ്യൂസ് അച്ഛൻ എടുത്തോണ്ട് പോയി തന്നു. അമ്മ കുടിച്ചോളാം. താങ്ക് യു. അമ്മയ്ക്കൊരു ലോക്കൽ ഗുണ്ടയാണുള്ളത്. ലോക്കൽ ഗുണ്ടല്ല, ഞാൻ അവന്റെ അടിമയാണ്. കണ്ട പണിയെടുപ്പിക്കണണ്ട. അപ്പൊ ഇപ്പൊ നമ്മള് നിക്കുന്നത് ഇടുക്കി കുളമാവ് ഗ്രീൻബർഗ് എന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി റിസോർട്ടിലാണ്. നിങ്ങൾ കാണുന്നില്ലേ, ഭയങ്കര കോടമഞ്ഞിൻ ഓഹോ ആ പാട്ടിട്ട് കാണാൻ ബെസ്റ്റ് ആണ്. അപ്പൊ ഗൈസ്, പിന്നെ നമ്മുടെ ലൈഫിലെ വേറൊരു സന്തോഷം എന്താ? അച്ചു ഞാനാണ് ഒന്ന് ഞാൻ തന്നെ യെസ്, വിനുവിന്റെ ഡ്രീം കാറാണ് ഇത്. B6ന്റെ ലിമിറ്റഡ് എഡിഷൻ ആണ്, ബാറ്റ്മാൻ എഡിഷൻ. നമ്മുടെ ബാറ്റ്മാന്റെ പടമൊക്കെ ഉണ്ട്. അപ്പൊ വിനു ചെറുപ്പം മുതലേ ബാറ്റ്മാന്റെ ഫിലിമും കോമിക്സും ഒക്കെ വായിച്ച് ഭയങ്കര ബാറ്റ്മാൻ ഫാനാണ്. അപ്പൊ ഈ B6ന്റെ ഇത് ലിമിറ്റഡ് എഡിഷൻ ഇറങ്ങി എന്ന് പറഞ്ഞപ്പോ തൊട്ട് ഇതിങ്ങനെ എടുക്കണം എന്ന് ആഗ്രഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ കുറച്ച് പീസ് ഇറങ്ങിയിട്ടുള്ളായിരുന്നു, ഇറങ്ങി അപ്പൊ തന്നെ തീർന്നും പോയി. അപ്പൊ നമ്മള് മഹീന്ദ്രയുടെ ഷോറൂമിൽ വിളിച്ച് പറഞ്ഞു, ഇനി എങ്ങാനും ഭാവിയിൽ അവര് ബാറ്റ്മാൻ എഡിഷൻ ഇറക്കുവാണെങ്കിൽ ഞങ്ങളൊന്ന് ഇൻഫോം ചെയ്യണേന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ വയലത്ത് മഹീന്ദ്ര എന്നാണ് നമ്മൾ ഇത് എടുത്തത്. അവര് കൃത്യമായിട്ട് ഇതൊന്നും പ്രൊമോഷൻ അല്ല കേട്ടോ. അതെ, ഇതൊന്നും പ്രൊമോഷൻ അല്ല, നമുക്ക് നല്ല സർവീസ് കിട്ടിയോണ്ട് നമ്മള് പേര് പറഞ്ഞു. ഇവര് ഇത് ഇറക്കാൻ പ്ലാൻ ചെയ്തപ്പോ തന്നെ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ അവര് ഇറങ്ങാൻ പ്ലാൻ ഉണ്ട് സാർ, ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തേന്ന് ചോദിച്ചു. പ്രീ ബുക്കിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്, ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തേന്ന് ചോദിച്ചു. ഉള്ളത് പറയാം, വണ്ടി ഇറങ്ങി ഞങ്ങൾ ബുക്കിംഗ് ചെയ്യാൻ പറഞ്ഞു. എമൗണ്ട് അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ബുക്കിംഗ് തീർന്നു, ഖത്തം. അപ്പൊ എന്തായാലും വിനുവിന്റെ ഒരു ആഗ്രഹം പോലെ നമുക്കത് കിട്ടി. അപ്പൊ അതാണ് നമ്മുടെ ലൈഫിലെ വേറൊരു ഹാപ്പിനെസ്. അപ്പൊ 3 ഹാപ്പിനെസ് ഒന്നിച്ചാണ്: കുഞ്ഞിന്റെ ബർത്ത്ഡേ, വിനുവിന്റെ ഡ്രീം കാറ്. അപ്പൊ നമ്മള് അമ്പുടുക്കുഞ്ഞിന്റെ ബർത്ത്ഡേ സെലിബ്രേഷനും ബാക്കി മറ്റേ പ്രഗ്നൻസി റിവീലും ഒക്കെ ഷൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന്റെ ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
എന്തുപ്പാ? ആ അത് കൊള്ളാം. ഹാപ്പി ബർത്ത്ഡേ. ഇതേ വലിഞ്ഞു കയറുവാണേ. എന്തോ ഇത്? മറ്റേ കാലെടുത്ത് നോക്കുമ്പോ കൈ എടുത്ത് മുകളിൽ നോക്ക്. അങ്ങനെ 12 വയസ്സല്ല ഞങ്ങൾക്ക് 42 വയസ്സെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ടാവന്മാര് കേറിയിട്ടുണ്ട്. അങ്ങണ്ട അതാ അമ്മയോട് കേറാൻ പറഞ്ഞ. ഞാൻ പറയണോ? എടാ കേറണം കേട്ടോ. നീ കേറില്ലേ ഇപ്പൊ നീ? 2 രോഗികളാണ് അത് മനസ്സിലായി. പിന്നെ കൂടെ മെട്രോന്റെ പണിക്ക് പോവാണോ? സൈറ്റുണ്ടല്ലോ, സൈറ്റിൽ പണിയുണ്ടല്ലോ, വാ വാ ശിവന്റെ വാ ശിവന്റെ പൊടിയാ വാ. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. പടി കണ്ടില്ല. ഇവിടെ നിന്നാണ് പോവാൻ പോകുന്നത്. ഓരോ സ്ഥലം എത്തുമ്പോ റോപ്പ് ഒരു അടുത്തേക്ക് ഇടണം. നമുക്കിത് കാണുമ്പോ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും. അണ്ണാ ഇന്നത്തെ പണി മോളിലാണല്ലേ? നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? ആഹാ ഇവിടെ തലേ വീഴരുത്. മാസ്മരിക ഷോട്ട് വെച്ചേക്ക്. ഇത്രേ ഹൈറ്റില്ല. ഇത്രേ ഹൈറ്റില്ല. ഞാനിവിടെ നിൽക്കുന്നു. ഈ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞിട്ട് വിനുക്കുട്ടയ്ക്ക് KSEB ഓഫറൊക്കെ വന്നു. പണിക്ക് വരുന്നോ മോനെ? ഞാൻ കേറട്ടെ? പറ്റുമോ? വീഡിയോ പാരെടുക്കും. അവനോട് ഇറങ്ങിട്ട് നീ കേറണ്ട. ഞാൻ അപ്പൊ തന്നെ ഇറങ്ങുമല്ലോ. ഞാൻ നോക്കി വെച്ച് ഇവിടെ കോണിപ്പടിയൊക്കെ ഉണ്ട് ഇറക്കാൻ. തണുപ്പുണ്ടോ മോളില്? ഫുഡ് ഊരണോ? വിയർക്കും പെട്ടെന്ന് നമ്മള്. അതിന് താൻ മേളിൽ പോകുന്നില്ലല്ലോ. ഡോണ്ട് അണ്ടർഎസ്റ്റിമേറ്റ് ദ പവർ ഓഫ് പ്രഗ്നന്റ് വുമൻ. അങ്ങനല്ല, ഇത് കണ്ടതേ, ഇത് ഇങ്ങനെയാണ് ഹുക്ക് വരുന്നത്. ഇതിങ്ങനെയാണ്. തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ? ഇല്ല. എത്തി ഇതാണ്ട്. അതാ വരുന്നു അമ്മ. അടാ കഴിഞ്ഞു അമ്മ. കേറൂ. അമ്മോട് ഈ ഡോറ് തുറന്നു കൊടുത്തേ, ഗേറ്റ് തുറന്നു കൊടുത്തേ അമ്മയ്ക്ക്. അവൻ കയറുന്നു. ഇതുമോയ് ഒരുത്തൻ ദേ വരുന്നു കയറി. തീടാ വലിഞ്ഞു കയറുന്നടാ. ഇല്ല പിടിച്ചോളാം. സെക്കൻഡ് കമ്പി കയറിയവൻ, തേർഡ് കമ്പി കയറിയവൻ, ഫോർത്ത് കമ്പി അവൻക്ക് ദിയോ കയറി. പിടിച്ചിട്ടില്ലട്ടാ ഞാൻ. ദിയോ ഫിഫ്ത്ത് കമ്പി കയറി. അമ്പുജു. പിന്നെ ഓടോടുന്നു. കേറിയടാ. പൊന്ന് എത്തി. അവന്റെ കരച്ചിലും പിച്ചിലും എല്ലാം മാറി. ഇത് ക്യാമ്പ് ഫയറിന്റെ ഏരിയ ആട്ടോ. ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് ക്യാമ്പ് ഫയർ ഇല്ല. പക്ഷെ നല്ല അടിപൊളി സെറ്റപ്പാണ്. അങ്ങനെ വന്നോണ്ടിരുന്നപ്പോ 2 വേടന്മാരെ ഞാൻ കണ്ടു. പ്രിയമുള്ളവരെ, കർണാടക ബോർഡറിലുള്ള മുളയാടി എന്ന വർഗത്തിൽപ്പെട്ടവരാണിവർ. ഇവരെ എഴുത്തും ആനയും പഠിപ്പിച്ച് കാട്ടിലേക്ക് തിരികെ അയക്കണം. വേടന്മാർ കൊള്ളുവോ? കൊണ്ട് കേട്ടോ, പക്ഷെ വെല്ലോടത്ത് വന്നേ ഉള്ളൂ. ഗായ്സ്, നമ്മളുടെ സ്റ്റേ എവിടെയാണെന്ന് കാണിച്ചു തരാം. ഒന്ന് ഇതാണ് ഒരു ട്രീ ഹൗസ്. ഇതിന്റെ താഴെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല, നമുക്ക് ചെയ്യണം. അപ്പോൾ ഒരെണ്ണം ഈ ട്രീ ഹൗസ് ആണ്. നമ്മുടെ ആച്ചുവിന് ഈ റൂമാ കൊടുത്തേക്കുന്നത്. ആൻഡ് ഞങ്ങള് ഒരു ഇങ്ങനെ പോലെ 2 ഷീറ്റ് വെച്ചിട്ടുള്ള വില്ലയില്ലേ, അവിടെയാണ് ഞങ്ങൾക്ക് താമസിക്കാൻ തന്നേക്കുന്നത്.
നിങ്ങൾ കാണുന്നുണ്ടോ ആ കാടിനിടയിലൂടെ ഒരു വില്ല, പിന്നെ ഇപ്പുറത്ത് അടുത്ത വില്ല, തൊട്ടടുത്ത് ഞാൻ പോയി കാണിച്ചു തരാം കേട്ടോ. ചുറ്റും ഇങ്ങനെ കാടാണ്. ഈ ഒരു കാടിന്റെ നടുക്ക് താമസിക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. അടിപൊളിയാണ്. അങ്ങനെ ഓടി ഓടി കയറുകയാണ്. ഞാനല്ല, അവര്. അവർക്കാവാലോ. കുറവൻ കുറത്തി. അപ്പൊ ഇതിന്റെ അകംവശം കാണിച്ചു തരാം. ഇതിപ്പോ ഞങ്ങൾ വന്ന് സാധനങ്ങളൊക്കെ വെച്ചു, അതുകൊണ്ട് ഒരു ഇച്ചിരി മെസ്സായിട്ടാണ് കിടക്കുന്നത്. ഒരു എ വില്ല, എ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ടുള്ളൊരു വില്ല. ഇതാ ഇങ്ങനെ ഇരിക്കും. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. രാത്രി ഉറങ്ങുമ്പോൾ രസമാണ് കേട്ടോ. നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേട്ടൺ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ കിടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ പുറത്തീ മരവും മറ്റേ ചന്ദ്രനൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അമ്പിളിമാവനുണ്ടെങ്കിൽ അതിനെ ചിലപ്പോൾ കാണാൻ പറ്റും. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നല്ല മഞ്ഞ് മൂടിയ വ്യൂവ്. സൂപ്പറാണ്. കോസ്റ്റ്യൂം മാറിയിരിക്കുകയാണ് അല്ലേ ഇവരുകൂട്ടെ. ഇവിടെ തന്നെ ഒരു ഫാം ഉണ്ട്, അനിമൽ ഫാം. അപ്പൊ അമ്പടക്കുഞ്ഞിനെ എന്തായാലും കാണിക്കാന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോവാന്നല്ലേ. മുയൽ കുഞ്ഞ് ഉണ്ട്, പിന്നെ ശീതുമ കുഞ്ഞുണ്ട്. ആ പുതിയ കഴുതക്കുഞ്ഞ് കുഞ്ഞ് പറഞ്ഞു. ഞങ്ങള് പോതെ ഈ സൈഡ് മൊത്തം നിന്റെ കിണത്തിൽപ്പെട്ട ആൾക്കാരെ വന്ന് നിന്നെ കണ്ടപ്പോ ആരുടെ നോക്കി. ഹായ്. കറക്റ്റ് ആണ്. വർഗത്തെ തിരിച്ചറിയുന്ന സുവർണ നിമിഷം. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത് കാണുക. ഡയമണ്ട് ഡവ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ പ്രാവ്. ഹൈറ്റ് ഉണ്ട്. എന്ത് നമ്മുടെ ഇത് അടുത്ത് പോയാ കറക്റ്റാ. ഒറ്റ തേമ്പ. എന്തുവാ ഇത്? ഫലം പിടിക്കുന്നതിനും പശുമ്പോ എന്ത് പാപ്പ തിന്നെ നോക്കിക്കേ. ടച്ചില്ലേ? എന്നോട് പറഞ്ഞത് എന്തുവാ? ഉമ്മ കഴിക്കട്ടെ. ഉമ്മ വയറ്റ് കുഞ്ഞുവാവിയുണ്ട്, അങ്ങ് എടുക്കാൻ പറ്റില്ല തന്നെ. നമ്മള് കൊറേ വീഡിയോ കാണുന്ന സംഭവമില്ലേ, കാട്ടുള്ളിത്തൈലും. കാട്ടുരുളിയോ? ഉരുളി തേച്ചെടുക്കുന്ന തൈലമാണോ? നല്ല തൈലോ? മൂക്കടപ്പഴി നല്ലതാ. മൂക്ക് അടച്ചു പിടിച്ചു. എന്താടാ അത്? അത് പെട്ടെന്ന് മറ്റേ മൂക്കിന് വലിച്ചോ? അയ്യോ, ചെവിയും കണ്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല. ഇത് വേണ്ട കേട്ടോ. കൊള്ളാം, കൊണ്ടുപോയി ഫ്രണ്ട്സിന് കൊടുക്കാം. അത് ശരി. കണ്ണൊക്കെ നിറഞ്ഞല്ലോ. എന്താടാ കരഞ്ഞു പോയാ? എന്തിനുള്ളതാ? ശരി, ഗുണം കിട്ടിയ പിന്നെ 5 ജന്മത്തേക്ക് ഗുണം വേണ്ട. തലവരെ പെരുത്ത് പോയി. എന്നെ കൊണ്ട് ഇത് പറ്റും തോന്നില്ല. ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് ഞാൻ. കൊച്ചു ഇഷ്ടം പോലെ മേടിച്ചു നോക്കൂ. അങ്ങനെ നമ്മൾ ഫാം ഒക്കെ കണ്ടു, എല്ലാം കഴിഞ്ഞു. ഇവിടെ നിന്ന് ഇറങ്ങുവാണ് അല്ലെ വിനുക്കുട്ടെ? അപ്പൊ ഇത്രയാണ് നമ്മള് ഹമ്പട് കുഞ്ഞിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത ഒരു വ്ളോഗ്. നല്ല ബർത്ത്ഡേ ആയിരുന്നു. അവന് നല്ല മെമ്മറബിൾ ആയിട്ട്, അവന് നല്ല ആക്റ്റീവായിട്ട്, നമുക്ക് നല്ല സന്തോഷവും നേച്ചറിനോട് ഇണങ്ങിയ ഒരു അടിപൊളി ബർത്ത്ഡേ ആണ്. ഇനിയുള്ള ബർത്ത്ഡേ ഒക്കെ ഇങ്ങനെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അവന്റെ മാത്രമല്ല, എന്റെ ആണെങ്കിലും വിനുവിന്റെ ആണെങ്കിലും വരുന്ന കുഞ്ഞിന്റെ ആണെങ്കിലും ഒക്കെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ വീഡിയോ. ഇനി മുതൽ റെഗുലർ ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം. അപ്പൊ അതെ ഇടും. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ബൈ ബൈ.